ബാക്ക് ടു സി എസ് ആൻഡ് മാത്സ്. നമ്മുടെ LBS BCA അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി എന്നറിയാം, എങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അഡ്മിഷൻ അതിലേക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ലിസ്റ്റ് വന്നാൽ അറിയാം, ഞാൻ ലിസ്റ്റ് നോക്കിയിട്ടായിരുന്നു. ഏകദേശം ഒരു 280 ആളുകളാണ് ലിസ്റ്റ് വന്നത്. വിച്ച് മീൻസ് അത്ര ആളുകളെ നമ്മൾ എക്സാം എഴുതുന്നുള്ളൂ. കുറച്ച് പേര് എഴുതിയിട്ടുണ്ടാവും. അത്രയും ആളുകളെ ഉള്ളൂ. അപ്പം അത്രയും ആളുകൾ തന്നെ ഈ വീഡിയോ കാണുള്ളൂ എന്ന് എനിക്കറിയാം. എന്തായാലും ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ ഓക്കെ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമുക്ക് ആകെ കുറച്ച് ടൈം പീരീഡിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നിലവിൽ വന്ന അപ്ഡേഷൻ എന്താ, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വരും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് പ്രൊഫഷണൽ വന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാർക്കൊക്കെ ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ലേറ്റർ വരും. ഓക്കെ, അതിനുശേഷം പ്രത്യേകം വന്നിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ റെഗുലർ അഡ്മിഷൻ വിൽ റിമെയിൻ ഓപ്പൺ അണ്ടിൽ 6/8/2026 എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. 4 PM വരെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ളത്. കാൻഡിഡേറ്റ് ലോഗിനകത്ത് നിങ്ങൾക്കത് ചെയ്യാനുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷനുകൾ ഉള്ളത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കോളേജുകൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നോ എന്നുള്ളത് കൃത്യമായി പറയുക, കമൻറ്റിൽ പറയാം. അതിനെ പറ്റുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ തരാം. അതായത് എന്താണ് അവിടെ ഇന്റർഫേസ് എങ്ങനെയാണ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് റിമെയിൻ ഓപ്പൺ അൻറ്റിൽ 6/8/2026, 8ാം മാസം. വിച്ച് മീൻസ് ഇത് August 6 4 മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലേറ്റർ അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷനൊക്കെ ഗ്രൂപ്പിൽ വരും. സെറ്റ് ഓഫ് കോളേജുകൾ എന്തൊക്കെയായി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും കൃത്യമായി നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏതൊക്കെ കോളേജാണ്, അതിൽ ഏതൊക്കെ കോളേജിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ്. ഹാപ്പി ടു സി യു. എന്താണ്, കുറേ പേര് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളെ റാങ്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ടോപ്പ് മാർക്ക് വന്നിട്ടുള്ളത് 100ൽ 62 ആണ്. അത് സെപ്പറേറ്റ് മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വൈ ദിസ് മാർക്ക്, എന്താണ് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മാർക്ക് വരുമ്പോൾ ഏത് കാറ്റഗറി വെച്ചിട്ടാണ് അവരെ ഈ റാങ്ക് 1, 2 എന്നൊക്കെ ഡിസൈഡ് ചെയ്തത് എന്നുള്ളത് ആണ് ഇവിടെ അത് കൃത്യമായി കാണിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് CS ആണ്, ദെൻ കറണ്ട് അഫയേഴ്സ്, ദെൻ മാത്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരേ മാർക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരേ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആരും മുന്നിൽ വരുന്നു എന്നുള്ളതൊക്കെ, സെക്കൻഡ് ഒരേ ടൈ വന്നു കഴിഞ്ഞാൽ എന്താണ് കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് വന്നത്. ഇവിടെ നിങ്ങളെ എന്ത് ചെയ്യാം, കാറ്റഗറി കാണാം. കാറ്റഗറിക്ക് വെച്ചിട്ട് ഓരോ സീറ്റിലും പ്രിഫറൻസും കാര്യങ്ങളൊക്കെ, വിച്ച് മീൻസ് ഇൻ കോളേജിലൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് പേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. ഏകദേശം ഒരു 200 ആണ്. നമ്മുടെ MCA ഒക്കെ എഴുതുന്ന വൻ കോമ്പറ്റീഷൻ ഉണ്ട്. ഏകദേശം 4000 അടുത്തത് ഒരു 3800 സംതിങ് ഒക്കെ ആയിരുന്നു നമ്മുടെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ ആകെ 280 ആളുകളാണ്. 283 ആളുകൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലേറ്റായിട്ട് കുറേ ഈ ജൂണൊക്കെ ആയിട്ട് നമുക്ക് എക്സാം മീൻസ് ഈ ജൂൺ ജൂലൈ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പലരും പല സ്ഥലത്തും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾക്കൊക്കെ നല്ല സ്ഥലത്ത് തന്നെ കിട്ടട്ടെ. കിട്ടാനുള്ള പരിശ്രമം നിങ്ങൾ തുടരുക. അഡ്മിഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. നല്ല മഴയുണ്ട്, പുറത്ത് നല്ല നോയ്സും ഉണ്ട്. പിന്നെ ഇതാണ് സെറ്റ് ഓഫ് കോളേജുകൾ അതിനകത്ത് വരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലിസ്റ്റ് ഓഫ് കോളേജസ് ഫോർ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ഓഫ് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ദ അഡ്മിഷൻ 2026 എന്ന് പറഞ്ഞിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കോളേജുകളാണ്. എത്ര കോളേജ് ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. 25 കോളേജാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ലേറ്റർ അതിൽ വല്ല അപ്ഡേഷനും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ പറയും. അതിൽ എത്ര ഗവൺമെന്റ്, എത്ര പ്രൈവറ്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് ഒക്കെ കൃത്യമായി നോക്കാം. ഓക്കെ, മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് ഫസ്റ്റ് വന്നത്. ദാറ്റ്സ് എ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആൻഡ് 30 സീറ്റ്സ് ആർ അവൈലബിൾ. സെമ്മിൻ്റെ എങ്ങനെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ട്യൂഷൻ ഫീസ് പെർ ഇയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്ലറേഡ് ട്യൂഷൻ ഫീ പെർ ഇയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇയർ ആണോ സെം ആണോ എന്ന് കൺഫേം ആക്കണേ. 40,000 അല്ലേ, 40,000 ആണ്. ഇവിടെ 90,000, 95,000, 40,000 ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സെം ആണ് ഇയർ ആണോ എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കണേ. നമ്മുടെ MCA ഇതിൽ വന്നപ്പോൾ സെം ആണ്. നോർമലി സെമ്മിലാണ് പറയുന്നത്, ഇയറിലാണ് 40K എന്നുള്ളത് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 4 ഇയർ ആണ് നിങ്ങൾക്കുള്ളത്. അതിനനുസരിച്ചുള്ള
മാറ്റങ്ങൾ വരും. അപ്പോൾ ഇയർ വൈസ് തന്നെ ആയിരിക്കും നോക്കാം. ഇതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് കോളേജുകൾ അതിനകത്തുള്ളത്. നമുക്ക് നോക്കാം. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് വരുന്ന ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറാണ്. ദെൻ കമ്മിങ് എനി ഗവൺമെൻറ് കോളേജ് ഉണ്ടാവും നോക്ക്. ഗവൺമെൻറ് കോളേജിൽ ഒരു ഗവൺമെൻറ് കോളേജ് വരുന്നത് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് കോളേജ് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. 30 സീറ്റ്സ് അവിടെ 60K ആണ് വരുന്നത്. 50K ഉണ്ട്, 50K വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫീസ് എവിടെയാണെന്നത് 60 ഇനി അഗെയിൻ 60 ആൻഡ് 63 കിട്ടി. 95 നമ്മൾ ഉണ്ടല്ലേ. ഇതാണ് ഏറ്റവും കൂടുതൽ ഫീസ് വരുന്ന ഒരു കോളേജ് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ്റെ ഓപ്പൺ ആയിട്ടുള്ളത് കാൻഡിഡേറ്റ് ലോഗിനിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓപ്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്ത് നല്ല ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഹൗ ടു ഫൈൻഡ്, എങ്ങനെയാണ് നല്ലൊരു കോളേജ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഹൗ ടു ഫൈൻഡ് എന്താണ് ബെസ്റ്റ് കോളേജ് അല്ലേ, എല്ലാവർക്കും ഉള്ള സംശയമാണ്. കമൻറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോളേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കോളേജിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൻ്റെ അധികൃതർ എന്തായാലും ആ കോളേജിനെ കുറിച്ച് ബെസ്റ്റേ പറയുള്ളൂ. അതായത് 5 സ്റ്റാർ ഉണ്ടെങ്കിൽ 5 സ്റ്റാറേ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണം, ആ കോളേജിലുള്ള സ്റ്റുഡൻസിനെ, അതായത് മുന്നേ പഠിച്ച സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കോൺടാക്ട് ചെയ്യേണ്ടത്. സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം, ത്രൂ സോഷ്യൽ മീഡിയ. എങ്ങനെ, സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റയൊക്കെ വഴി കൃത്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാ പേജുകൾ ഉണ്ടാവും, അതിലേക്ക് കൃത്യമായി കോൺടാക്ട് ചെയ്യുക. ഈ BCAയുടെ അവസ്ഥ ചോദിക്കുക. 2 ഇയർ ആയി നിലവിൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷനെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക. ഡു ടു എൻ്റർ ഇൻ എ ബെസ്റ്റ് കോളേജ്. ഓക്കെ, നല്ലൊരു കോളേജിൽ തന്നെ കിട്ടിയാൽ മാത്രമേ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തതിന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ലിസ്റ്റുള്ള കോളേജുകൾ ഏതാണ് നല്ലത് എന്നുള്ളത് ഇങ്ങനെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നതിന് പകരം അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ടത് സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നാണ്. അവിടെ നിന്ന് പാസ് ഔട്ടായ അല്ലെങ്കിൽ നിലവിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഒരു ലാസ്റ്റത്തെ എന്താണ് അപ്ഡേറ്റ്സ് ആണ്, അവിടുത്തെ അപ്ഡേറ്റ്സ് ആണ്, അബൌട്ട് പ്ലേസ്മെൻറ്റ്സ് എല്ലാതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് കൊടുക്കാം. കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, LBC എഴുതുന്ന കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലാഗ് വന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും.